പ്രാചീന കാലത്ത് ദക്ഷിണ ഭാരതത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു വാനര രാജ്യമാണ് കിഷ്കിന്ധ. രാമായണത്തിലും മഹാഭാരതത്തിലും കിഷ്കിന്ധയെ പറ്റിയുള്ള പരാമർശം കാണുന്നുണ്ട്. രാമായണ കാലത്ത് ഋഷരജസ് എന്ന ഒരു വാനര ശ്രേഷ്ഠൻ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. അയാൾക്ക് സന്താനങ്ങളില്ലായിരുന്നു. മുമ്പൊരിക്കൽ അരുണി ദേവിയിൽ ഇന്ദ്രന് ബാലി എന്നും സൂര്യന് സുഗ്രീവനെന്നും 2 കുട്ടികൾ ജനിച്ചു. അവർ രണ്ടുപേരും ഗൗതമ മുനിയുടെ ആശ്രമത്തിൽ വളർത്തപ്പെട്ടു. കുട്ടികൾ വളർന്നപ്പോൾ ഇന്ദ്രൻ അവരെ രണ്ടുപേരെയും ഋഷരജസിന് കൊടുത്തു. അങ്ങനെ ബാലി സുഗ്രീവന്മാർ കിഷ്കിന്ധയിൽ വന്നുചേർന്നു. ഋഷരജസിന്റെ മരണശേഷം ബാലി കിഷ്കിന്ധയിലെ രാജാവായി. സുഗ്രീവൻ ജ്യേഷ്ഠനെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. അക്കാലത്ത് ദുന്ധുബി എന്ന പേരോടുകൂടി ശക്തിമാനായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. തനിക്ക് യുദ്ധം ചെയ്യാൻ എതിരാളികളെ കണ്ടുകിട്ടാതെ അയാൾ വിഷണ്ണനായി വരുണനെ പോരിന് വിളിച്ചു. വരുണൻ ദുന്ദുബിയെ ഹിമവാന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ദുന്ദുബി അവിടെ ചെന്ന് ഹിമവാന്റെ ശിഖരങ്ങൾ അടർത്തി അമ്മാനമാടി തുടങ്ങി. ഹിമവാൻ ദുന്ദുബിയുടെ അടുക്കൽ വന്ന് താൻ ശാന്തസ്വരൂപിയാണെന്നും യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാലിയെ സമീപിക്കുന്നതാണ് നല്ലതെന്നും അറിയിച്ചു. അതനുസരിച്ച് ദുന്ദുബി കിഷ്കിന്ധയിൽ ചെന്ന് ബാലിയെ പോരിന് വിളിച്ചു. ബാലി ദുന്ദുബിയെ അടിച്ചു കൊന്ന ശേഷം ശവശരീരം വലിച്ചെറിഞ്ഞു. അടുത്തുള്ള ഋഷ്യമൂകാചലത്തിൽ അന്ന് മദംഗ മഹർഷി തപസ്സു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദുന്ദുബിയുടെ മൂക്കിൽ കൂടി പ്രവഹിച്ചുകൊണ്ടിരുന്ന ചോരത്തുള്ളികൾ കാറ്റിൽ പറന്ന് മദംഗ മുനിയുടെ ശരീരത്തിൽ വീണു. കുപിതനായ മദംഗ മുനി ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇതിന് കാരണക്കാരൻ ബാലിയാണെന്ന് മനസ്സിലാക്കുകയും ബാലി ഋഷ്യമൂകാചലത്തിൽ കയറുന്ന നാൾ മരിക്കുമെന്ന് ശപിക്കുകയും ചെയ്തു. ദുന്ദുബിക്ക് മായാവി എന്നൊരു പുത്രനുണ്ടായിരുന്നു. അയാൾ അച്ഛന്റെ നിര്യാണത്തിൽ ദുഃഖിതനായി ബാലിയോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചുറച്ച് കിഷ്കിന്ധയിൽ വന്നു. ബാലിയുമായുള്ള സംഘട്ടനത്തിൽ പരാജിതനായ മായാവി ഓടി. ബാലി അയാളെ പിന്തുടർന്നു. സുഗ്രീവൻ ജ്യേഷ്ഠന്റെ സഹായാർത്ഥം പാഞ്ഞു. മായാവി ഒരു ഗുഹയിൽ ചെന്ന് കയറി. ബാലിയും പുറകെ കയറി. സുഗ്രീവൻ വാതിക്കൽ നിന്നു. 1 വർഷം തികഞ്ഞിട്ടും ആരെയും വെളിയിൽ കണ്ടില്ല. കുറെ രക്തം ഗുഹാമുഖത്തുകൂടി പ്രവഹിച്ചു. അസുരൻ അട്ടഹസിക്കുന്നതും കേട്ടു. ബാലി മരിച്ചുപോയെന്ന് തീർച്ചയാക്കിയ സുഗ്രീവൻ ഗുഹാമുഖം ബലമായി അടച്ച ശേഷം ദുഃഖിതനായി കിഷ്കിന്ധയിൽ വന്നു. പ്രജകളുടെ നിർബന്ധം കൊണ്ട് സുഗ്രീവൻ കിഷ്കിന്ധയിലെ രാജാവായി. ബാലി ഗുഹാമുഖം ചവിട്ടി തുറന്ന് അലറിക്കൊണ്ട് കിഷ്കിന്ധയിലേക്ക് പാഞ്ഞു. സുഗ്രീവൻ രാജ്യാവകാശം തട്ടിയെടുക്കാൻ മനഃപൂർവ്വം ചെയ്ത അടവുകളാണ് അവയെന്ന് ബാലി വ്യാഖ്യാനിച്ചു. അയാൾ സുഗ്രീവനെ ആട്ടി പുറത്താക്കുകയും സുഗ്രീവന്റെ ഭാര്യയെ അപഹരിക്കുകയും ചെയ്തു. അന്നു മുതൽ ബാലി വീണ്ടും കിഷ്കിന്ധയിലെ രാജാവായി. സുഗ്രീവൻ ഋഷ്യമൂകാചലത്തിൽ വന്ന് ഒരു പുതിയ രാജ്യം സ്ഥാപിച്ചു. മൈന്ദൻ, ദ്വിവിധൻ, ഹനുമാൻ, ജാംബവാൻ ഇവരായിരുന്നു സുഗ്രീവന്റെ മന്ത്രിമാർ. അങ്ങനെ സുഗ്രീവൻ ഋഷ്യമൂകാചലത്തിൽ കഴിഞ്ഞുകൂടുന്ന ഘട്ടത്തിലാണ് സീതയെ അന്വേഷിച്ച് രാമലക്ഷ്മണന്മാർ ആ വഴി വന്നത്. ശ്രീരാമനും സുഗ്രീവനുമായുണ്ടായ സഖ്യമനുസരിച്ച് ശ്രീരാമൻ ബാലിയെ വധിക്കുകയും സുഗ്രീവനെ വീണ്ടും കിഷ്കിന്ധയിലെ രാജാവാക്കുകയും ചെയ്തു. അർജുന സഹോദരനായ സഹദേവൻ ദക്ഷിണ ദിക്കുകളെ വിജയിച്ച കൂട്ടത്തിൽ കിഷ്കിന്ധയുമായി യുദ്ധമുണ്ടായി. 7 ദിവസത്തെ യുദ്ധത്തിനു ശേഷം വാനരന്മാർ രത്നാദികൾ കൊടുത്ത് സഹദേവനെ പറഞ്ഞയച്ചു. ഈ ഘട്ടത്തിൽ സുഗ്രീവനെയും ഹനുമാനെയും ജാംബവാനെയും കിഷ്കിന്ധയിൽ കാണുന്നില്ല. സുഗ്രീവൻ മരിച്ചുപോയിരിക്കാം. ശ്രീരാമന്റെ മരണശേഷം ഹനുമാൻ കിംപുരുഷ വർഷത്തിലുള്ള ഗന്ധമാദന പർവ്വതത്തിൽ കഴിഞ്ഞുകൂടിയതായി ഭാരതത്തിലും ഭാഗവതം ദശമസ്കന്ധത്തിലും പറയുന്നുണ്ട്. ജാംബവാൻ കിഷ്കിന്ധയിൽ നിന്നുപോയി ഒരു പ്രത്യേക ഗുഹയിൽ പുത്രമിത്രാദികളോടുകൂടി വസിച്ചിരുന്നുവെന്ന് പ്രസേനന്റെ കഥയിൽ നിന്നും മനസ്സിലാക്കാം. ശേഷിച്ച 2 മന്ത്രിമാരായ മൈന്ദനും ദ്വിവിധനുമായിരുന്നു സഹദേവന്റെ ആഗമനത്തിൽ കിഷ്കിന്ധ ഭരിച്ചിരുന്നത്. അപ്പോഴേക്കും വാനരശക്തി ക്ഷയിച്ചിരുന്നു. ക്രമേണ കിഷ്കിന്ധ രാജ്യം നാമാവശേഷമായി.